ഹലോ ഗ്രേ മീഡിയസിലേക്ക് സ്വാഗതം. 15-ാം ദിനമായപ്പോഴത്തേക്ക് ദൃശ്യം 3 225 കോടി നേടിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ന് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന സിനിമ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 80 കോടി കഴിഞ്ഞിരിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണമെന്ന് അഭ്യർത്ഥിക്കുക കൂടി ചെയ്യുന്നു. ഏട്ടൻ്റെ ചരിഞ്ഞ തോളിലാണ് ഇന്ന് മലയാള സിനിമ നിവർന്നു നിൽക്കുന്നത്. വീണ്ടും ദൃശ്യം 3 എത്തുമ്പോൾ അത് തന്നെയാണ് പറയാനുള്ളത്. ഏകദേശം 800 കോടിക്കടുത്താണ് 3-4 സിനിമകളിൽ നിന്ന് മോഹൻലാൽ മലയാളത്തിലേക്ക് കളക്ഷൻ കൊണ്ടുവന്നത്. ഇനി നമുക്ക് ഇന്നത്തെ കളക്ഷനിലേക്ക് കിടക്കാം. ഇന്ന് ഇതുവരെ 880 ഷോകൾ ട്രാക്ക് ചെയ്തപ്പോൾ 35,000-ഓളം ടിക്കറ്റുകളാണ് വിറ്റുപോയതായി ട്രാക്കേഴ്സ് പുറത്തുവിടുന്ന കണക്കുകൾ. 60 ലക്ഷം രൂപയാണ് ഇതുവരെയുള്ള ട്രാക്ക്ഡ് കളക്ഷൻ. ഏകദേശം ഇന്നത്തേക്ക് പ്രതീക്ഷിക്കുന്നത് 80-85 ലക്ഷം രൂപയാണ്. ഇന്നലെ സിനിമയ്ക്ക് വന്നത് 1 കോടി 2 ലക്ഷം രൂപയാണ് ട്രാക്കിങ്ങിലൂടെ വന്നത്. അതായത് 1.25 കോടിയോളമാണ് സിനിമയ്ക്ക് ഇന്നലെയും കളക്ഷൻ. അതായത് നിരന്തരം 15-ാം ദിനമായിട്ടും ഈ ഒരു സിനിമയ്ക്ക് 1 കോടിക്ക് മുകളിൽ കയറാൻ കഴിയുന്നു എന്നുള്ളതാണ് സന്തോഷകരമായ ഒരു കാര്യമെന്ന് തന്നെ പറയാം. അതായത് ഒരു പക്ഷേ മറ്റ് ഏതെങ്കിലും ഒരു നടൻ്റെയോ വേറെ ഏതെങ്കിലും ഒരു സിനിമയായിരുന്നെങ്കിലോ ഇതിൻ്റെ താഴേക്ക് പോകാനുള്ള ചാൻസുകൾ ഏറെയായിരുന്നു. പക്ഷേ മലയാളത്തിൽ നിന്ന് ഈ സിനിമ 80 കോടിയും കടന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. മലയാളത്തിൽ 100 കോടി അടിക്കുന്ന ദിവസമാണ് ഇനി നമ്മൾ ഉറ്റുനോക്കുന്നത്. സിനിമയ്ക്ക് തമിഴ്നാട്ടിൽ 14 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ 8 കോടി 30 ലക്ഷം രൂപയോളമാണ് വരുന്നത്. അതായത് ശരാശരി ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന 8 തൊട്ട് 10 ലക്ഷം രൂപ വരെയാണ് സിനിമയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും 13 ദിനം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 79 കോടി 93 ലക്ഷം രൂപ നേടിയ ചിത്രം 14-ാം ദിനമായപ്പോഴത്തേക്ക് 81 കോടി 16 ലക്ഷം രൂപ നേടി. ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ ഷെയറായിട്ട് 38 കോടി 93 ലക്ഷം രൂപയും സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞു. ഇന്ന് 15-ാം ദിനമായപ്പോഴത്തേക്ക് നമുക്ക് പ്രതീക്ഷിക്കാം ഇന്ന് കേരളത്തിൽ നിന്ന് 82.25 കോടിക്ക് മുകളിലേക്ക് സിനിമ എത്തിയിട്ടുണ്ട് എന്നുള്ളത്. എന്തായാലും കർണാടകത്തിലും 14 ദിനത്തെ കളക്ഷൻ പുറത്തു വരുമ്പോൾ 14 കോടി 20 ലക്ഷം രൂപയോളമാണ്. ഡിസ്ട്രിബ്യൂട്ടർ ഷെയറായി അവിടെ 6 കോടി 34 ലക്ഷം രൂപ നേടാൻ കഴിഞ്ഞു. 10 ലക്ഷം രൂപയോളമാണ് അവിടെയും സിനിമയ്ക്ക് കളക്ഷനായി പോകുന്നത്. മോഹൻലാലിൻ്റെ ദൃശ്യം 3 റെക്കോർഡ് തൂക്കി മുന്നോട്ട് പോവുകയാണ്. സിനിമ 250 കോടി എന്നുള്ള ചോദ്യമാണ്. വലിയ താമസമില്ലാതെ തന്നെ സിനിമ 250 കോടിയിലേക്ക് വരുമെന്നുള്ളതും. മലയാളത്തിൽ എണ്ണം തികഞ്ഞ 200 കോടികൾ വളരെ കുറവ്. അതിനകത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് മോഹൻലാലിൻ്റെ സിനിമകളും തന്നെ. ഇവിടെ ദൃശ്യം 3 വീണ്ടും വിസ്മയം തീർത്തുകൊണ്ട് എല്ലാ സ്ഥലങ്ങളിലും അടിച്ചു തൂക്കൽ തുടർന്നുകൊണ്ടേ ഇരിക്കുന്നു എന്ന് തന്നെ പറയാം. എല്ലാ സ്ഥലങ്ങളിലും അതിഗംഭീരമായ കളക്ഷനും ഒപ്പം പ്രതികരണവുമാണ് ഈ സിനിമയ്ക്ക് നേടാൻ കഴിയുന്നത്. 3-ാം വാരത്തിലേക്ക് കടക്കുമ്പോഴും സിനിമയ്ക്ക് മികച്ച രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയുന്നു. വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരാം. ലൈക്കും ഷെയറും സബ്സ്ക്രിപ്ഷനും പ്രതീക്ഷിക്കുന്നു. ഗ്രേ മീഡിയാസ്.